നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പരീക്ഷകളെ ഒരു പേടിയും വിഭ്രാന്തിയും കൂടാതെ നേരിടണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും മാജിക് പഠിച്ചവരായിരിക്കണം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന മാജിക് അല്ല ഞാൻ പറയാൻ പോകുന്ന മാജിക്. അതായത് M for മെന്റൽ പവർ. നമ്മളിൽ ചിലരെങ്കിലും പറയുന്നത് നാം കേട്ടിട്ടില്ലേ, പരീക്ഷ ഹാളിൽ കയറിയപ്പോൾ ഞാൻ പഠിച്ചതെല്ലാം മറന്നുപോയി, ചോദ്യപേപ്പർ കണ്ടപ്പോൾ എല്ലാം മറന്നുപോയി, എനിക്കൊന്നും ഓർമ്മ വന്നില്ല. ഇതെല്ലാം ഉണ്ടാകുന്നത് മെന്റൽ സ്ട്രെസ് കാരണമാണ്, മനസ്സ് അസ്വസ്ഥമാകുന്നത് കൊണ്ടാണ്, മനസ്സ് അശാന്തമാകുന്നത് കൊണ്ടാണ്. ഇത്തരത്തിലുള്ളവരുടെ മനസ്സിനെ ശാന്തമാക്കുവാൻ, മെന്റൽ സ്ട്രെസ് കുറയ്ക്കുവാൻ ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. നാം രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകുന്നേരവും ഒരു കസേരയിൽ നിവർന്നിരുന്ന് കണ്ണുകൾ അടച്ച് നമ്മുടെ കൈകൾ കാലിന്റെ മുകളിൽ വെച്ച് നാം ഓരോരുത്തരും 1 സെക്കൻഡ് നേരം കൊണ്ട് ശ്വാസം വലിക്കുകയും 5 സെക്കൻഡ് നേരം കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യണം. ഇതിനെ 25 പ്രാവശ്യം ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുവാനും മെന്റൽ സ്ട്രെസ് കുറയ്ക്കുവാനും നല്ലതാണ്, വളരെ ഉപകാരപ്രദമാണ് എന്ന് പല ഡോക്ടർമാരും പറയുന്നതായി നമുക്ക് കാണാം. A for അനാലിസിസ്. നാം പരീക്ഷ ഹാളിൽ കയറുന്നതിന് തൊട്ടു മുൻപ് വരെ പഠിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുവാതെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി നാം പഠിച്ച കാര്യങ്ങളെയെല്ലാം വീണ്ടെടുക്കണം, അതിനെയെല്ലാം ഒന്നുകൂടി വിളിച്ചുണർത്തണം. G for ഗവേണൻസ് അഥവാ ടൈം മാനേജ്മെന്റ്. നമുക്ക് പരീക്ഷ എഴുതുവാൻ കിട്ടുന്ന 2.5 മണിക്കൂറോ 3 മണിക്കൂറോ നമുക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കാം? അതിനുത്തരം ആദ്യത്തെ 5 മിനിറ്റെങ്കിലും നാം ഓരോരുത്തരും എല്ലാ ക്വസ്റ്റ്യനും വായിച്ചു നോക്കുവാനും അവസാനത്തെ 10 മിനിറ്റെങ്കിലും നാം ഓരോരുത്തരും എഴുതിയ ഉത്തരം ഒന്നുകൂടി നോക്കുവാനും വേണ്ടി നാം മാറ്റിവെക്കുവാൻ ശ്രമിക്കണം. ധാരാളം മോഡൽ പേപ്പറുകൾ ചെയ്യുന്നതിലൂടെയും കഴിഞ്ഞ വർഷത്തെ ധാരാളം പേപ്പറുകൾ ചെയ്യുന്നതിലൂടെയും സമയക്രമീകരണം നമുക്കൊരു വിഷയമേ അല്ലാതെയായിത്തീരും. I for ഇമാജിനേഷൻ. ഇമാജിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ നോളജ്. ഭാവനയാണ് വിജ്ഞാനത്തെക്കാൾ പ്രധാനം. നമുക്കൊരു കാര്യം ആഴത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നാം ഇരിക്കുന്ന പഠനമുറി അത് നമ്മുടെ ക്ലാസ് റൂം ആണെന്നും നമ്മുടെ മുന്നിൽ ധാരാളം കുട്ടികളുണ്ടെന്നും മനസ്സിലാക്കി എന്ന് കരുതി നാം ഓരോരുത്തരും അവരെ പഠിപ്പിക്കുന്നത് പോലെ ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ ആ കാര്യം നമുക്ക് ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കി പഠിക്കുവാനും കഴിയും. C for കോൺസെൻട്രേഷൻ. അതായത് പരീക്ഷ കഴിയുന്നത് വരെ നമ്മുടെ മനസ്സിനെ പഠനത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു വെള്ള പേപ്പറിൽ മഷി കൊണ്ട് നാം ഒരു കുത്തിടുകയാണെങ്കിൽ കുറച്ച് അകന്നു നിന്ന് നോക്കുമ്പോൾ ആ പേപ്പറിലെ ആ കുത്ത് മാത്രമേ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുകയുള്ളൂ, മറിച്ച് അപ്പുറത്ത് വിശാലമായുള്ള ആ വെള്ള നിറത്തെ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുകയില്ല. പരീക്ഷ കഴിയുന്നത് വരെ നമ്മുടെ ടിവിയോടും ഫോണിനോടും ലാപ്ടോപ്പിനോടും നാം വിട പറയുകയാണെങ്കിൽ, കിട്ടുന്ന എല്ലാ സമയവും നാം പഠിക്കുകയും അനാവശ്യമായി ഒരു നിമിഷം പോലും പാഴാക്കി കളയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പരീക്ഷയിൽ നമുക്ക് ഉന്നതമായ വിജയം കൈവരിക്കുവാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നാം റീൽസ് കാണുമ്പോഴും യൂട്യൂബിൽ വീഡിയോ കാണുമ്പോഴും ഷോർട്സ് കാണുമ്പോഴും TV കാണുമ്പോഴും എല്ലാം ഫുൾ വോളിയത്തിൽ കണ്ട് ഡിസ്ട്രാക്ഷൻ ആക്കാതെ അതിന്റെ വോളിയം കുറച്ച് വിദ്യാർത്ഥികളെ കുട്ടികളെ കേൾപ്പിക്കാതിരിക്കുക. ഇതിലൂടെ ഡിസ്ട്രാക്ഷൻ ഫ്രീ അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുവാനും നമുക്ക് കഴിയും. പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഉന്നതമായ വിജയം കൈവരിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.